പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവാണ് നമ്മുടെ സംരക്ഷകൻ എന്ന് നമുക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഏറ്റുപറയാം. സങ്കീർത്തനം 121:5. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, കർത്താവ് നിൻ്റെ വലതുവശത്ത് തണലായി നിൽക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, പുതുവർഷത്തിലെ 2ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ അങ്ങ് കാത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ 8ാം ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ യാത്രകളിലും അധ്വാനങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടാകണമേ. ആമേൻ. സഹായം എവിടെ നിന്ന് വരുന്നു? സങ്കീർത്തകൻ ചോദിക്കുന്നൊരു കാര്യമാണ്. സഹായം എവിടെ നിന്ന് വരുന്നു? നമ്മുടെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ്. നമ്മുടെ വേദനകളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ഒക്കെയുള്ള നമ്മുടെ ഒരു ചോദ്യമാണ്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? നമ്മുടെ സഹായവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെയാണ്. പുതുവർഷത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ആവേശമെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സാധാരണ തിരക്കുകളിലേക്ക് മാറുമ്പോൾ ലോകത്തിൻ്റെ വഴികളിലല്ല, ദൈവത്തിൻ്റെ കരുണയിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ സഹായവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സഹായത്തിന് എപ്പോഴും ഒരു ഉറപ്പുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2ാമത്തെ കാര്യമാണ്, ഉറങ്ങാത്ത കാവൽക്കാരനാണവൻ. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല. രാത്രിയിലും പകലിലും അവിടെ നമ്മെ നോക്കിക്കൊള്ളുന്നു. നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ വർഷത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയങ്ങളോ ആശങ്കകളോ പിടികൂടുന്നുണ്ടെങ്കിൽ ഈ വാഗ്ദാനം എപ്പോഴും നമ്മൾ ഓർക്കണം. എന്നെ ഊണിലും ഉറക്കത്തിലും കാത്തു സംരക്ഷിക്കുന്നൊരു ഉറങ്ങാത്ത കാവൽക്കാരൻ എനിക്കുണ്ട്. ദൈവം നമ്മുടെ കാവൽക്കാരൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും അവിടുത്തെ മനസ്സിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. ഊണിലും ഉറക്കത്തിലും നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ തമ്പുരാന് നമ്മെക്കുറിച്ച് നല്ലൊരു പദ്ധതിയാണ് എപ്പോഴും ഉള്ളത്. നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ അവിടുന്ന് വിഭാവനം ചെയ്തിരിക്കുന്നു.
നമ്മൾ ഉണരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഈ തമ്പുരാൻ്റെ കാവലിനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ഓരോ യാത്രയിലും സംരക്ഷണം നൽകുന്നവനാണ്. നമ്മുടെ പോക്കിലും വരവിലും സംരക്ഷണം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ചെയ്യുന്ന എല്ലാ യാത്രകളിലും തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങളിലും കർത്താവിൻ്റെ കരം കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ വേദനകൾ, സങ്കടങ്ങൾ, നമ്മളെടുത്ത തീരുമാനങ്ങൾ, നമ്മൾ പുറകോട്ട് പോയ വീഴ്ചകൾ എല്ലാം നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊരു നിമിഷം സമർപ്പിക്കാം. വിട്ടുകൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവങ്ങൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ച മേഖലകളിൽ, ഇങ്ങനെയുള്ള പല മേഖലകളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ തമ്പുരാൻ സന്നിധിയിൽ സമർപ്പിച്ചിട്ടും ഒരുപക്ഷേ സമർപ്പണത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ നമുക്ക് ചില വീഴ്ചകളുണ്ടായിരിക്കും. ഇവയിലെല്ലാം വരാനിരിക്കുന്ന ഒരാഴ്ചയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം വേണ്ട കാര്യങ്ങളായി നമ്മൾ കണ്ട് അവർ മൗനമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകുവാനും എല്ലാവിധ അപകടത്തിൽ നിന്നും അത്യാഹിതങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സഭയിലെ ശുശ്രൂഷകർക്കും മിഷണറിമാർക്കും വേണ്ടി അവരുടെ യാത്രകളിൽ അവിടെ നിന്ന് തുണയായിരിക്കുവാനും തിന്മയുടെ ശക്തിയിൽ നിന്ന് അവരെ കാത്തു രക്ഷിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാം. വീടില്ലാത്തവർക്കും അഭയാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ സ്വർഗീയ തണൽ അവർക്ക് ആശ്വാസമായി മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതുവർഷത്തിലെ 8-ാം ദിനത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ വലതുഭാഗത്ത് എനിക്ക് തണലായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. പകലിലോ വെയിലിലോ രാത്രിയിലോ ചന്ദ്രപ്രകാശമോ എന്നെ ഉപദ്രവിക്കാതിരിക്കട്ടെ. എൻ്റെ ആത്മാവിനെ ദോഷങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഈ വർഷം മുഴുവൻ അങ്ങയുടെ വിശ്വസ്തതയുടെ ചിറകിന് കീഴിൽ വസിക്കാൻ എനിക്ക് കൃപ നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൻ്റെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ശാന്തമായ തമ്പുരാൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം കൂടി നമുക്കിരുന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് മൗനമായി തീഷ്ണതയോടെ അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.